ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് എങ്ങും എത്താതെ അവസാനിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനാവശ്യമായ സമ്മർദ്ദം SITയുടെ മീതെയുണ്ട് എന്ന ആരോപണം ഞാൻ ആവർത്തിക്കുന്നു. എല്ലാ പ്രതികളും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തിറങ്ങിയാണ്. ഒരു തെളിവുമില്ല, നേരത്തെ തന്നെ തെളിവില്ല. തെളിവുകളെല്ലാം ഈ പുറത്തിറങ്ങിയ പ്രതികളെല്ലാവരും നശിപ്പിക്കുകയാണ്. ഏറ്റവും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് CPMന്റെ ഉന്നതരായ നേതാക്കന്മാർ ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ പോയിട്ടും അവർക്കെതിരായി നടപടിയെടുത്തില്ല. അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ജയിലിൽ കിടന്ന ഒരാൾ ഇപ്പോഴും CPMന്റെ ജില്ലാ കമ്മിറ്റിയിലുണ്ട്. എന്തുകൊണ്ടാണ് CPM നടപടിയെടുക്കാത്തത്? അവരെ ഭയന്നിട്ടാണ്. കാരണം അവർക്കെതിരായി നടപടിയെടുത്താൽ അവർ മന്ത്രിമാരുൾപ്പെടെയുള്ള മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള പേരുകൾ അവരുടെ പങ്കാളിത്തം പറയുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. മാത്രമല്ല, ശബരിമലയിൽ അഫിഡവിറ്റ് കൊടുക്കണം എന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടും തിരുത്തണമെന്ന് തീരുമാനിച്ചിട്ടും അവിടെയും ഇവിടെയും ഇല്ലാത്തൊരു തീരുമാനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് പണ്ഡിതരോട് ചോദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബലം പ്രയോഗിച്ച് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയ സമയത്ത് പിണറായി വിജയൻ പണ്ഡിതരോട് ചോദിച്ചിട്ടാണോ അവരെ കയറ്റിയത്? ആണോ? അല്ല. അപ്പൊ അഫിഡവിറ്റ് തിരുത്തുമോ എന്ന് ചോദിച്ചാൽ തിരുത്തും, തിരുത്തില്ല എന്ന് ചോദിച്ചാൽ തിരുത്തില്ല എന്നുള്ള അഴകുഴമ്പൻ നിലപാടാണ് ശബരിമല വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉത്തരവാദികളായ ആളുകൾക്ക് മുഖ്യമന്ത്രിയും ഭരണകൂടവും CPMഉം കൊട പിടിച്ചു കൊടുത്തിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ച തന്നെയാവും. കുടിവരവുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനുള്ള തെളിവില്ലെന്നാണ് പറയുന്നത്. UDF ഭരണസമിതിക്ക് വലിയ ആരോപണമൊക്കെ ഒരു തെളിവില്ല. കാരണം എന്താ? ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് നടത്തിയത്. അഡ്വക്കേറ്റ് കമ്മീഷണർ അത് സംബന്ധിച്ച റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൊടുക്കുകയും ഹൈക്കോടതി അതിനെ അഭിനന്ദിക്കുകയും ചെയ്തതാണ്. കറക്റ്റായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ്, ദേവസ്വത്തിന്റെ മാനുവൽ അനുസരിച്ചാണ്, നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് അത് നടത്തിയത് എന്ന അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ, ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടത്തുകയും അതിനെ ഹൈക്കോടതി അഭിനന്ദിക്കുകയും ചെയ്ത. ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാര്യം വെറുതെ പറയുന്നില്ല, അതിലൊരു കാര്യമില്ല. കൃത്യമായിട്ട് അതൊക്കെ വെറുതെ ഈ ആരോപണം, ഈ സ്വർണ്ണക്കൊള്ള ആരോപണത്തിന്റെ ഗൌരവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രമല്ല കട്ടത്, മറ്റവരും കട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു കളവും നടന്നിട്ടില്ല എന്നപ്പോ കോടതി പറഞ്ഞത്. കോടതി നിരീക്ഷണത്തിൽ നടന്ന കാര്യമോ? ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ വിധി കൂടിയുണ്ട് ഈ നടപടിക്രമങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട്. അദ്ദേഹത്തെ പോലെ സമുന്നതനായ ഒരു നിയമ പണ്ഡിതനായ ഒരാൾ നടത്തിയ ജഡ്ജ്മെന്റ് കൂടിയുണ്ട്. ഞാനത് വായിച്ചാണ് ഒരിക്കൽ. മനസ്സിലായില്ല? അപ്പൊ ക്ലിയർ ആയല്ലോ എല്ലാ കേസും.